എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ഡെലീഷ്യസ് കൂട്ടുകറിയാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം നമുക്ക്. ചേന, പയർ, ക്യാരറ്റ്, മത്തങ്ങ, പച്ചമുളക്, കോവയ്ക്ക, പൊട്ടാറ്റോ, വാഴയ്ക്ക, ലോക്കി, കരിയാപ്പില, വെളുത്തുള്ളി, സവാള, തേങ്ങ. ഇത് കൂടാതെ നമുക്ക് പടവലങ്ങ, വെള്ളരിക്ക, ബീൻസ്, അമരയ്ക്ക ഇതെല്ലാം യൂസ് ചെയ്യാം. അതുപോലെ വാഴയ്ക്കയ്ക്ക് പകരം ഏത്തയ്ക്ക നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിനാവശ്യമുള്ള പൊടികൾ ഏതൊക്കെയെന്ന് നോക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കായം 2 നുള്ള്, പെരിഞ്ജീരകം 1 ടീസ്പൂൺ. അടുത്തതായി വേണ്ടത് കടല 8 മണിക്കൂർ കുതിർത്ത് വെച്ച് വേവിച്ച കടല വേണം, ഒരു 2 കപ്പ്. ഉപ്പ് ചേർത്താണ് വേവിക്കേണ്ടത്. ഞാനിവിടെ എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞെടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലാണ് എല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാ വെജിറ്റബിൾസും ഓരോ ബൗൾ വീതമുണ്ട്. ഈ അളവനുസരിച്ച് ഒരു 10 പേർക്കുള്ള കൂട്ടുകറി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചേനയും വാഴയ്ക്കയും അരിഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കണം, അതിൻ്റെ കറയെല്ലാം മാറാൻ വേണ്ടി. അടുത്തതായി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. അടുത്തതായി വേണ്ടത് കാഷ്നട്ടാണ്. കാഷ്നട്ട് ഒരു 5-6 എണ്ണം നേരത്തെ 1 മണിക്കൂർ മുമ്പേ കുതിർത്ത് വെക്കണം. പിന്നെ കുരുമുളകും വേണം. കുരുമുളകും ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം. ഇനി നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി അടിവശം കട്ടിയുള്ളൊരു പാത്രം ചൂടാക്കാൻ വെക്കണം. അതിലോട്ട് ഒരു 2.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടെ ഇട്ട് നല്ലതായിട്ട് വഴറ്റണം. ഈ വെജിറ്റബിൾസിനകത്തോട്ട് നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ആദ്യമായി കരിയാപ്പില, വെളുത്തുള്ളി, കാഷ്നട്ട്, കുരുമുളക്, പച്ചത്തേങ്ങ അരിഞ്ഞത് ഒരു 2 സ്പൂൺ, ഇത്രയും ആഡ് ചെയ്യാം. അടുത്തതായി ചേർക്കുന്നത് വേവിച്ച് വെച്ച കടലയാണ്. 2 കപ്പ് കടല ചേർക്കുന്നുണ്ട് നമ്മളിവിടെ. കടല ചേർത്ത് കഴിയുമ്പോൾ വൻപയർ ഉണ്ടെങ്കിൽ വൻപയറൂടെ വേവിച്ചിടാം, ഒരു ചെറിയ കപ്പ്. കടലയും വൻപയറും കൂടാണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ വൻപയർ ഇല്ലാത്തതുകൊണ്ട് കടല മാത്രമാണ് ചേർത്തത്. കടല 2 കപ്പും വൻപയർ 1 കപ്പുമാണ് ചേർക്കേണ്ടത്. അതുകൂടാതെ ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ഞാനിവിടെ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്.
നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കവർ ചെയ്ത് വേവിക്കണം. ഒരു 5 മിനിറ്റത്തേക്ക് വേവിക്കാൻ വയ്ക്കണം. വെജിറ്റബിൾസ് എല്ലാം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കായോ, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ചൂടാക്കിയ പൊടിയെല്ലാം വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഇളക്കി വയ്ക്കാം. പൊടികളെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് പിന്നെ അടച്ചു വെച്ച് വേവിക്കണം. അപ്പോഴേക്കും നമുക്ക് തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. കൂട്ടുകറിയിൽ ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൽ അരമുറി തിരുമിയ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. ഞാനിവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് കൂട്ടുകറിക്കകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്തിടാം. ഇതിലോട്ട് കുറച്ച് ഫ്രഷ് കരിയാപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് പിന്നെ ഒരു 5 മിനിറ്റ് വേവിക്കാം നമുക്ക്. ബാക്കിയുള്ള തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. ഇടയ്ക്കിടെ നല്ലതായിട്ട് ഇളക്കിയും കൊടുക്കണം. കരിയാപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ട് വറുത്തെടുക്കാം. ബ്രൗൺ കളർ ആവുന്നിടം വരെ വറുത്തുകൊണ്ടിരിക്കണം. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൂട്ടുകറിയിലോട്ടിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലോട്ട് കടുക് വറക്കാം. കടുക് വറക്കാൻ വേണ്ടി കടുകും വറ്റൽമുളകും കരിയാപ്പിലയും പിന്നെ ഒരു സ്പൂൺ ജീരകവും കൂടി ഇട്ട് വേണം കടുക് വറക്കാൻ. കടുക് വറുത്തത് കൂടി കൂട്ടുകറിയിലിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്.
നമ്മുടെ ഡെലീഷ്യസ് കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.